എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും അതുപോലെ തന്നെ ഈവനിംഗ് സ്നാക്കായിട്ടും പിന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും കൂടെ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവലാണ് ട്ടോ എടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് വെള്ള അവലാണ്. നിങ്ങൾക്ക് ഇതും എടുക്കാം. പിന്നെ ചുവന്ന അവൽ കിട്ടില്ലേ, അതായാലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ അവലെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാനായിട്ട്. കാരണം ഒരുപാട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ മാറ്റി ഞാൻ ദേ ഒരു അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഈ അവലെല്ലാം ഇപ്പോൾ നനഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് കുതിർന്നിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരിൽ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ ദാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആവില്ലേ, അത് നമുക്ക് എടുക്കാം. കണ്ടോ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ റവയുടെ മിക്സിലേക്ക് ഈ അവല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ വറ്റൽമുളക് ചതച്ചതില്ലേ, അതാണ് കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തൈരിൻ്റെ നനവും അതുപോലെ തന്നെ അവൽ കുതിർന്നിട്ടുള്ള അവലാണല്ലോ, ആ ഒരു നനവിലും വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലുപ്പമൊക്കെ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ട്ടോ ചെയ്തെടുക്കുന്നത്. കണ്ടോ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ മതി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പതുക്കെ ദേ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്തെന്നുള്ളൂ കേട്ടോ. കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ബോൾസ് ആക്കിയിട്ട് ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡിൽ നമ്മളിത് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ റവയ്ക്ക് അതിൻ്റെ പേരിൽ തന്നെ അതിൽ ഒട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഇതേപോലെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം.
കണ്ടോ ഇപ്പൊ എല്ലാം തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കായിട്ട് വരുമ്പോ തന്നെ കണ്ടോ ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാൻഡോട് കൂടി തന്നെ എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇപ്പൊ തന്നെ ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കരുത് ട്ടോ. കാരണം ഇതിൽ ഒട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തണുത്തതിന് ശേഷം വേണം ട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പൊ നല്ലതുപോലെ ചൂടൊക്കെ പോയിട്ട് അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു മണവും രുചിയും കൂടുതലായിരിക്കുമല്ലോ. എന്നിട്ട് ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഇതുപോലൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ വേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 1/2 കപ്പ് നാളികേരമാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരമൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഞാനൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നാളികേരത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ആ ബോൾസ് റെഡിയാക്കി എടുത്തപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായല്ലോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒക്കെ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റീം ചെയ്തെടുത്തിട്ടില്ലേ ആ സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഇതിലെല്ലാത്തിലേക്കും കോട്ടിങ് ആവുന്ന രീതിയിൽ തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ദേ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.